സൂറത്തുൽ ബുറൂജ് 10-ാമത്തെ വചനം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി 11 മുതൽ 22 വരെയുള്ള, അതായത് സൂറത്തിൻ്റെ അവസാനം വരെയുമുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായി ഓരോ വചനത്തിലും പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 11-ാമത്തെ ആയത്തിൽ ഇന്ന ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ലഹും ജന്നാത്ത്. ജന്നാത്തിലെ ഷദ്ദുള്ള നൂനിനെയും മണിക്കുക. അവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ജന്നാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ചെയ്യുകയാണെങ്കിൽ വിരോധമില്ല. പിന്നീട് ലഹും ജന്നാത്തുൻ എന്ന് ആവർത്തിച്ചാൽ മതി. എന്നാൽ ജന്നാത്തുൻ തജ്രി എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ചെയ്യാൻ പാടില്ല. തജ്രി എന്ന പദത്തിൽ, ആ കലിമത്തിൽ വഖഫ് ചെയ്യുന്നത് ശരിയാവുകയില്ല. കാരണം അർത്ഥത്തിന് വൈകല്യം വരുന്നതാണ്. അതായത് ജന്നാത്തുൻ തജ്രി, സഞ്ചരിക്കുന്ന സ്വർഗങ്ങൾ എന്നർത്ഥം വന്നു പോകും. അപ്പം അതുകൊണ്ട് തജ്രിയിൽ വഖഫ് ചെയ്യരുത്. വഖഫ് ചെയ്യാൻ നിർബന്ധിതനാവുകയാണെങ്കിൽ ജന്നാത്തിൽ വഖഫ് ചെയ്യാം. അല്ലെങ്കിൽ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറിലേക്ക് എത്തുമെങ്കിൽ അവിടെ വരെ എത്തിച്ചുകൊണ്ട് അവിടെ വഖഫ് ചെയ്യാം. അതാണ് പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം. ജന്നാത്തുൻ തജ്രി, അവിടെ ഇഖ്ഫാ ചെയ്യണം, മണിച്ചുകൊണ്ട് ഓതണം. തജ്രി, ജീമിന് സുക്കൂനുണ്ട്, ഖൽഖല ചെയ്യണം. മിൻ തഹ്തിഹ, അവിടെയും ഇഖ്ഫാ മണിക്കണം. സുക്കൂനുള്ള നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ അൻഹാർ, അവിടെ ഇദ്ഹാറാണ്, ഇദ്ഹാർ ഹൽഖി, സുക്കൂനുള്ള നൂൻ ശേഷം ഹാ. ദാലികൽ ഫൗസുൽ കബീർ, റായിനെ തർക്കീഖ് ചെയ്യണം, നാം മനസ്സിലാക്കിയതാണ്. ഇന്ന 12-ാമത്തെ വചനത്തിലെ നൂനിനെ ഷദ് ഉള്ളതിനാൽ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബത്ഷ, ത്വാഇന് ഖൽഖലത്ത് കൊടുക്കണം. റബ്ബിക, റായിനെ തഫ്ഖീം ചെയ്യണം. ലശദീദ്, ദാലിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖലത്ത് ഉണ്ടാവും. ഇന്നഹു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഹുവ യുബ്ദിഉ വ യുഈദ്, യുബ്ദിഉ എന്ന് പറയുമ്പോൾ ബാഇനെ ഖൽഖല ചെയ്യണം. യുഈദ്, അവിടെയും വഖഫ് ചെയ്യുമ്പോൾ ദാലിൽ ഖൽഖലത്തുണ്ടാകും. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവിടെയും ഖൽഖലത്തുണ്ട്, വഖഫ് ചെയ്യുമ്പോൾ ദാലിൽ. ദുൽ അർശിൽ മജീദ്, അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ദാലിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖലത്ത്. ഫഅലുൽ ലിമാ യുരീദ്, അതേ നിയമം തന്നെ, ദാലിൽ വഖഫ് ചെയ്യുന്നു ഖൽഖലത്തോടുകൂടി. ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വസമൂദ്. ബലിൽ, ഇവിടെയൊക്കെയും ഖൽഖലത്തോടുകൂടി വഖഫ് ചെയ്യണം. ഫിർഔന എന്ന് പറയുമ്പോൾ റായിനെ തർക്കീഖ് ചെയ്യുകയാണ് വേണ്ടത്, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബലില്ലദീന കഫറൂ ഫീ തക്ദീബ്, ബായിൽ വഖഫ് ചെയ്യുന്നു ഖൽഖലത്തോടുകൂടി. തക്ദീബ് എന്ന് കാഫിൻ്റെ സുക്കൂൻ ചലിപ്പിച്ചുകൊണ്ട് പറയരുത്. തെക്ക് എന്ന് പറയരുത്, ഹർക്കത്ത് പോലെ. തക്ദീബ്. വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്. മിൻ വറ, അവിടെ ഇദ്ഗാം ബിഗുന്ന, വാവിന് മുമ്പിൽ സുക്കൂനുള്ള നൂന് വന്നു. ഇദ്ഗാം ബിഗുന്ന, നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഉച്ചരിക്കാം. വറാഇഹിം, മദ് മുത്തസിൽ വാജിബ്. പിന്നെ വറാഇഹിം, അവിടെ മീമിനെ അടുത്ത മീമിൽ ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഓതണം. മുഹീത്ത് ഖൽഖല.
ബൽ ഹുവ ഖുർആനും മജീദ്. തെൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ചെയ്ത് മണിക്കുന്നു. ഇദ്ഗാം ബിഗുന്ന. പിന്നെ മജീദ് ഖൽഖല. ഫീ ലൗഹിൻ മഹ്ഫൂദ്. അവിടെയും തെൻവീനിനെ പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് മണിക്കുന്നു. വായിന് വഖഫ് ചെയ്യുമ്പോൾ കൽക്കലത്ത് വരരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ഖുതുബ് ജദ് എന്ന 5 അക്ഷരങ്ങൾ മാത്രമാണല്ലോ. ഖാഫ്, ത, ബ, ജീം, ദാൽ. അവയ്ക്ക് മാത്രമേ എന്ത് പാടുള്ളൂ? കൽക്കലത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഓതി നോക്കാം. ഞാൻ ഓതാം, എൻ്റെ പിന്നാലെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود. ذو العرش المجيد. فعال لما يريد. നാം സൂചിപ്പിച്ചിരുന്നു ഐന് തവസ്സുത്തിൻ്റെ അക്ഷരമാണ്. അവിടെ ഫഅാലുൻ എന്നങ്ങനെ ശബ്ദം മുറിഞ്ഞ് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ആ ഒഴുക്കിൽ അങ്ങനെ ശിദ്ദത്തുമല്ല റഖാവത്തുമല്ല, അതിൻ്റെ മധ്യേയുള്ള സിഫത്താണ് തവസ്സുത്ത്. മിത നിലവാരത്തിൽ ആ ഐനിനെ വളരെ എളുപ്പത്തിൽ അങ്ങ് ഉച്ചരിക്കുക. ഫഅാലുൻ, ഫഅാൽ ആവർത്തിച്ച് പറഞ്ഞ് ശരിയാക്കുക. ഫഅാലുൻ ലിമാ യുരീദ്. هل أتاك حديث الجنود. فرعون وثمود. بل الذين كفروا في تكذيب.
والله من ورائهم محيط. بل هو قرآن مجيد.